ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പോയിട്ടെ ഫുഡ് വാങ്ങി വരാമേ. നിക്ക്. കുറച്ച് കഴിയട്ടെ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും നീ ഇവളെ വിവാഹം കഴിച്ചു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ഞെട്ടലും വിഷമവും ഒന്നും ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എന്തൊക്കെയായാലും ഇവളിപ്പോ നിന്റെ ഭാര്യ. എന്താണ് ഇനി നിന്റെ പ്ലാൻ? അമ്മ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ ഞാൻ തന്നെ പറയാം. നീ ഒരു എയർലൈൻ കമ്പനിയുടെ ഓണറാ. നിന്റെ ഭാര്യ അവിടെ ക്യാബിൻ ക്രൂ മെമ്പറായി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് നിനക്ക് തന്നെയാ. അതിൽ കൂടുതൽ എനിക്കും. അതുകൊണ്ട് ഐശ്വര്യ ഇനി മുതൽ ജോലിക്ക് പോണ്ട. ഐശ്വര്യ കൊണ്ടുവന്നിട്ട് വേണ്ടല്ലോ നമുക്ക് കഴിയാൻ. എനിക്ക് ജോലിക്ക് പോണം. അങ്ങനെ കുറവിലും കൂടുതലിലും ഒന്നും കാര്യമില്ലല്ലോ. ഉണ്ട്. ആത്മാഭിമാനത്തിൽ ജീവിച്ചവർക്കേ അതുണ്ട്. എന്റെ മരുമകൾ ജോലിക്ക് പോന്നു എന്ന് പറഞ്ഞാൽ അത് എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ അർജുന്റെ ജോലിയുമായി ഒത്തുള്ളൊരു ജോലി. അതല്ലെങ്കിൽ അതിനു മുകളിൽ അങ്ങനെ എന്തെങ്കിലും വരട്ടെ. അപ്പൊ നോക്കാം ജോലിക്ക് പോകുന്ന കാര്യം. അമ്മ പറഞ്ഞല്ലേ ശരി. അവിടെ എയർലൈൻ മാനേജറുടെ ഒഴിവ് വരുമ്പോ തന്നെ പരിഗണിക്കാം. പോരെ? അതിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഐശ്വര്യയുടെ ഒരു സുഹൃത്തുണ്ടല്ലോ. എന്താ അവളുടെ പേര്? എലിസബത്ത്. എലിസബത്ത്. ഐശ്വര്യയുടെ കൂട്ടുകാരി എന്ന പരിഗണനയിൽ അവൾക്ക് പ്രമോഷൻ കൊടുത്തേക്ക്. ഇനി മുതൽ അവളാകും കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായമേ. ഇത്രയുമേ ഇപ്പൊ പറയാനുള്ളൂ. ഇനി ചെന്ന് ഭക്ഷണം വാങ്ങിച്ചോണ്ട് വാ. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടേ. ശരിയമ്മേ. ലക്ഷ്മി വാ. ലക്ഷ്മി ഇവിടെ നിൽക്കട്ടെ. എനിക്കൊരു സഹായത്തിന്. ശരിയമ്മേ. നീ ഇനി ഒരിക്കലും ജോലി ചെയ്യില്ല. നിന്നേക്കാൾ താഴ്ന്നവരെ എല്ലാം ഞാൻ നിന്റെ തലയ്ക്ക് മീതെ ഉയർത്തും.